അപ്പം നമ്മൾ വീണ്ടും കുറേ കാലത്തിന് ശേഷം കാണാണ്. നമ്മളിപ്പോൾ ബാംഗ്ലൂർക്ക് വീണ്ടും ഷിഫ്റ്റായി. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പൊക്കെ വന്നു. ഇവിടെ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം തന്നെ ഞാൻ കുറേ ബുക്സിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കണേ. നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ ട്രൈപോഡ് സാധനങ്ങളൊക്കെ എടുത്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം പോയിട്ട് വരുമ്പോൾ അതൊക്കെ കൊണ്ടുവരും. അപ്പോൾ ഇന്ന് നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അത് വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിൽ ഒരു സ്ലീപ്പിംഗ് പോത്തോസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാദ്യം നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് 2 ഇലയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ എന്നിട്ട് ഈ ഫോറിനേഴ്സിൻ്റെയൊക്കെ വീഡിയോ കണ്ടിട്ട് അത് കുഞ്ഞൊരു പാത്രത്തിൽ കുറച്ച് കൊക്കോ ബീറ്റും സാധനങ്ങളൊക്കെ ആക്കി കുറച്ച് മണ്ണൊക്കെ ആക്കിയിട്ട് വെച്ചു. ആ 2 ഇല കൊല്ലങ്ങളോളം ആ 2 ഇലയായിട്ട് നിന്നു. അത് കഴിഞ്ഞു എനിക്ക് എൻ്റെ എന്താ പറയുക, ക്ഷമ നശിച്ചു. അതേപോലെ ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, സ്ലീപ്പിംഗ് പോത്തോസ് മാത്രമല്ല, കുറേ ഹോയ അവരുടെയൊക്കെ വീഡിയോയിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്ര പോകുന്ന പാത്രത്തിൽ ചെടി ഉണ്ടാവും, അതിൽ പൂവുണ്ടാവും. അപ്പം ഞാൻ അതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസ് ഇതുപോലെ വെച്ചത്. പക്ഷെ ഒരു ബലം ഉണ്ടായില്ല. അങ്ങനെ അവസാനം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി. അപ്പം മാറ്റിയപ്പോൾ ചെറിയൊരു വ്യത്യാസം കാണാൻ തുടങ്ങി. അതായത് കുറച്ച് ഇലകൾ കൂടുതൽ വരാൻ തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോട്ടിംഗ് മിക്സ് അല്ലാതെ ഞാൻ ആമസോൺ കൂടെ ഒരു പോട്ടിംഗ് മിക്സ് ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്ത് ഇതിൻ്റെ കടക്കിട്ട് കൊടുത്തപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ സ്ഥലം മാറിയതിൻ്റെ വ്യത്യാസമുണ്ട്. അങ്ങനെ 2 ഇലയായിട്ടുണ്ടായിരുന്ന പ്ലാന്റ് ഇതിങ്ങനെയായി. ഇങ്ങനെയായി. ചട്ടി വലിയ വൃത്തിയൊന്നുമില്ല. അപ്പോൾ ഇതിന്ന് തന്നെ ഒരുപാട് മുറിച്ചിട്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോഴൊക്കെ ഇവിടുന്ന് കട്ട് ചെയ്ത് എടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ അതിന്ന് മുറിച്ചിട്ടതാണ് ഇതിപ്പോൾ ഇരിക്കുന്നത് ക്ലേ ബോൾസിലാണ്. ഇതും അതുപോലെ ക്ലേ ബോൾസിലാണ് ഇരിക്കണേ. അതിൽ ഒരു ഇലയ്ക്ക് എന്തോ കുഴപ്പം വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വെച്ചിട്ട് ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ കെയറും കാര്യങ്ങളൊക്കെ നമ്മുടെ സാധാരണ പോത്തോസിൻ്റെ കെയറും കാര്യങ്ങളൊക്കെയാണ്. ഇത് വന്ന സമയത്ത് കുറച്ച് റെയർ പ്ലാന്റ് ഒക്കെ ആയിട്ട് നല്ല വിലയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഇപ്പം അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പ്ലാന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇല കണ്ടു ഇലയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന കാരണമാണ് അതിനെ സ്ലീപ്പിംഗ് പോത്തോസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാധാരണ. പക്ഷേ എൻ്റെ ഇതിലുണ്ടല്ലോ, ഈ ഇലയൊക്കെ നിവർന്നു വന്നിട്ടുണ്ട്. അപ്പം ഈ ഇല കുഴപ്പമില്ല, ഇതൊക്കെ നിവർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ചിലപ്പോൾ വെയിലിൻ്റെ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ ഒക്കെ ഇതിനനുസരിച്ച് മാറി വരുമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒഴിക്കൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ മുകളിലത്തെ മണ്ണ് ഉണങ്ങി കഴിഞ്ഞാൽ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ പോട്ടിംഗ് മിക്സ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സാധാരണ മണ്ണും, പിന്നെ ഞാൻ ഈ ആമസോണിൽ നിന്ന് ഏതെങ്കിലും ബ്രാൻഡിൻ്റെ, ഇന്ന ബ്രാൻഡൊന്നുമില്ല, ഏതെങ്കിലും ബ്രാൻഡിൻ്റെ മണ്ണും വാങ്ങിച്ചിട്ട് അത് ഈ നമ്മുടെ സാധാരണ മണ്ണും ഇതും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിനിപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ഗ്രോത്ത് കിട്ടുന്നുണ്ട്. വളം ഞാൻ ചെയ്യുന്നത് 15 ദിവസം കൂടുമ്പോൾ 19 അടിച്ചു കൊടുക്കും. അതെല്ലാ ചെടികൾക്കും ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഫാക്ടം ഫോസ് ഇടും. പിന്നെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് പുളിപ്പിച്ചൊഴിക്കണ പരിപാടിയൊന്നും നടക്കില്ല. അത് കാരണം ഞാൻ അതൊന്നും ചെയ്യാറില്ല. ഫുള്ള് ഈ NPK അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വളം പറഞ്ഞു, വെളിച്ചം പറഞ്ഞു, മണ്ണ് പറഞ്ഞു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ നന്നായി ട്രിം ചെയ്ത് കൊടുക്കുക. ട്രിം ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഗ്രോത്തിന് വ്യത്യാസം കാണാറുണ്ട്. ഞാനിതിങ്ങനെ താഴത്തേക്ക് വരണം എന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ ആ ഒരൊറ്റൊരു വള്ളി തന്നെ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ട്രിം ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ നോടുന്നും ഇങ്ങനെ ഇത് പൊട്ടി ഇതിങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസാണ്. എല്ലാവരും കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചു വെക്കുക. നല്ല രസമാണ് ഇത്. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചപ്പോൾ ഇതിന് ഹ്യൂമിഡിറ്റി നല്ല ഇഷ്ടമാണ്. ഇപ്പം ഇവിടെ അത്ര ഹ്യൂമിഡ് ഒന്നുമില്ല, എന്നാലും ഹ്യൂമിഡിറ്റി നല്ല ഇഷ്ടമാണ്. അപ്പോൾ നല്ല വെളിച്ചമുള്ള ബാത്റൂമിലൊക്കെ നമ്മൾ സാധാരണ സ്നേക്ക് പ്ലാന്റ്, CC അങ്ങനെയുള്ള ചെടികളല്ലേ വെക്കല്.
അപ്പോൾ ഇത് ബാത്റൂംസിലൊക്കെ വെക്കാൻ നന്നായിട്ട് പറ്റും. അവിടെ നല്ല ഹ്യൂമിഡ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് നല്ല വെളിച്ചമുള്ള ബാത്റൂം ആയിരിക്കണേ. അതായത് ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന ബാത്റൂം ആയിരിക്കണം. അല്ലാതെ ഇരുട്ടുള്ള ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഇത് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാം മഞ്ഞയ്ക്കണു ബ്രൗൺ ആവണു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനത്തെ ബാത്റൂംസ്, അതായത് നല്ല വെളിച്ചമുള്ള ബാത്റൂം ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവച്ച് നോക്കുക. ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഒന്നും കൂടി, എനിക്ക് ആ കോൺഫിഡൻസ് അങ്ങോട്ട് വന്നിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാൻ. കാരണം ഇതിപ്പോൾ നന്നായിട്ട് വേരൊക്കെ വന്നിട്ടുണ്ട്, പുതിയ ഇളകളും സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം എനിക്കിത് ഇതിരിക്കുന്ന സ്ഥലത്തു നിന്ന് മാറ്റാൻ ഒരു പേടി. അപ്പോൾ ഇത് മണ്ണിൽ വളർത്താൻ ബുദ്ധിമുട്ടുള്ളവർ ഇതുപോലെ ക്ലേ ബോൾസിൽ വളർത്താം സുഖമായിട്ട്. ഇതിങ്ങനെ നിൽക്കും, കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് ചെടി പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് വെളിച്ചത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇൻഡയറക്റ്റ് ലൈറ്റാണ്. വെള്ളം നമ്മൾ ടോപ്പ് ലെയർ ഉണങ്ങുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുക്കുക. വളം ഞാൻ പറഞ്ഞു 15 ദിവസം കൂടുമ്പോൾ അടിക്കുക. പിന്നെ ട്രിം ചെയ്ത് കൊടുക്കുക. പിന്നെ അത് നന്നായിട്ട് നിറഞ്ഞു എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പോട്ടൊന്ന് മാറ്റി കൊടുക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഒക്കെ ട്രിക്കിയാണെന്ന് തോന്നുന്നവർക്ക് ഈ ക്ലേ ബോൾ ട്രൈ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇനി പരമാവധി ശ്രമിക്കാം വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. ട്രൈപോഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി എളുപ്പമാവും. ഈ ബുക്കൊന്നും ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഓണം വരികയാണ്, അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.